Data science ain't about making complicated models, nor it's about making awesome visualization. It's not about writing code as well. Endale data science? Data science is all about using data to create as much impact as possible for your company. Impacts പല തരത്തിലും ഉണ്ടാവും. അത് ഇൻസൈറ്റ്സ് ആയിട്ടാവാം, ഡേറ്റ പ്രോഡക്റ്റ് പോലെ ആവാം, അല്ലെങ്കിൽ ഒരു കമ്പനിക്കുള്ള പ്രോഡക്റ്റ് റെക്കമെൻഡേഷൻ ആവാം. ഇതൊക്കെ ചെയ്യാൻ യു നീഡ് ടൂൾസ്. കോംപ്ലിക്കേറ്റഡ് മോഡൽസ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഡേറ്റ വിഷ്വലൈസ് ചെയ്യാൻ, അതുമല്ലെങ്കിൽ ടു റൈറ്റ് കോഡ്. എന്ത് ടൂൾ യൂസ് ചെയ്യുമെന്നുള്ളതല്ല. ആസ് ഡേറ്റ സയന്റിസ്റ്റ്, യുവർ ജോബ് ഇസ് ടു സോൾവ് റിയൽ വേൾഡ് കമ്പനി പ്രോബ്ലംസ് യൂസിങ് ഡേറ്റ. ഡേറ്റ സയൻസ് എന്ന വാക്ക് പോപ്പുലർ ആവുന്നതിന് മുന്നേ ഇറ്റ് വാസ് ഓൾ അബൌട്ട് ഡേറ്റ മൈനിങ്. ഓവറോൾ പ്രോസസ് ഓഫ് ഡിസ്കവറിംഗ് യൂസ്ഫുൾ ഇൻഫർമേഷൻ ഫ്രം ഡേറ്റ. ഇങ്ങനെയായിരുന്നു 1996 ഒരു പോപ്പുലർ ആർട്ടിക്കിൾ അതിനെ ഡിഫൈൻ ചെയ്തത്. 2001 വില്യം എസ് ക്ലീവ്ലൻഡിന് തോന്നി ഡേറ്റ മൈനിങ്ങിനെ വേറെ ലെവലിലേക്ക് കൊണ്ടുപോകാന്നുള്ളത്. അപ്പോൾ ഡേറ്റ സയൻസ് എന്ന കോൺസെപ്റ്റ് ഉണ്ടാകുമ്പോൾ ആള് കമ്പ്യൂട്ടർ സയൻസ് പ്ലസ് ഡേറ്റ മൈനിങ്ങിനെ കമ്പൈൻ ചെയ്തു. ഇങ്ങനെയാണ് ഡേറ്റ സയൻസ് എന്ന കോൺസെപ്റ്റ് സിംപ്ലി പറയുകയാണെങ്കിൽ ഉണ്ടാവുന്നത്. ബേസിക്കലി പറയുകയാണെങ്കിൽ ആൾ സ്റ്റാറ്റിസ്റ്റിക്സിനെ ഒന്നുകൂടി ടെക്നിക്കലാക്കി. ബിക്കോസ് ഹി ബിലീവ് ദിസ് കുഡ് എക്സ്പാൻഡ് ദി പോസിബിലിറ്റീസ് ഓഫ് ഡേറ്റ മൈനിങ് ആൻഡ് ബ്രിങ് ഇൻ മോർ ഇന്നോവേഷൻ. നൗ യു കുഡ് ടേക്ക് ദ പവർ ഓഫ് കമ്പ്യൂട്ടിംഗ് ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ്. അത് നേരത്തെ പറഞ്ഞ പോലെ ആൾ കമ്പ്യൂട്ടർ സയൻസ് പ്ലസ് ഡേറ്റ മൈനിങ് കോമ്പോനെയാണ് ഡേറ്റ സയൻസ് എന്ന് വിളിച്ചത്. ഏതാണ്ട് ഈ ഒരു സമയത്തൊക്കെ ആയിട്ടാണ് വെബ് 2.0 ഉണ്ടാവുന്നത്. വെബ്സൈറ്റ്സ് ഒക്കെ ഒരു ഡിജിറ്റൽ പാംഫ്ലെറ്റിൽ നിന്നും മാറി ഇറ്റ് ബിക്കേം എ മീഡിയം ഓഫ് ഷെയർഡ് എക്സ്പീരിയൻസ് ഫോർ മില്യൺസ് ഓഫ് യൂസേഴ്സ്. 2K കിഡ്സിന് അറിയോന്ന് അറിയില്ല, 2003 മൈസ്പേസിന്റെ ഒരു കാലം. പിന്നീട് അങ്ങോട്ട് FB, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം അങ്ങനെ വെബ്സൈറ്റ്സ് ഒക്കെ ഇന്ററാക്റ്റീവ് ആയി തുടങ്ങി. ലൈക്ക്, പോസ്റ്റ്, കമന്റ്, ഷെയർ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡിജിറ്റലി നമ്മൾ ചെയ്തു തുടങ്ങിയ കാലം. ഇതങ്ങനെ ഒരു വലിയ ഇക്കോസിസ്റ്റമായി മാറി. നേരത്തെ പറഞ്ഞ പോലെ കോടിക്കണക്കിന് ആൾക്കാരെ കാര്യങ്ങൾ ഇന്റർനെറ്റ് വേൾഡിലൂടെ ആയപ്പോൾ ഒരുപാട് ഡേറ്റയായി. ആൻഡ് ഇത് പല ടെക്നോളജീസിന് നിയന്ത്രിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി. ഇത്ര തോന്നെ ഡേറ്റ വന്നപ്പോൾ നമ്മൾ അതിനെ വിളിച്ചു ബിഗ് ഡേറ്റ. അപ്പോൾ ഈ ബിഗ് മാസീവ് അൺസ്ട്രക്ചർഡ് ഡേറ്റാസിൽ നിന്നും ഇൻസൈറ്റ്സ് ഉണ്ടാക്കാൻ ഡേറ്റ സയൻസ് അത്യാവശ്യമായി മാറി. ഇതാണ് ഇതിന്റെ പിന്നിലുള്ള ഒരു ചെറിയ ചരിത്രം. അപ്പോൾ ഇതിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്, നിങ്ങൾ ആസ് ഡേറ്റ സയന്റിസ്റ്റ് ആദ്യം ഈ ഡേറ്റനെ കളക്ട് ചെയ്യും, എന്നിട്ട് അത് അനലൈസ് ചെയ്ത് പ്രോസസ് ചെയ്ത് ആ പ്രോസസ് ഡേറ്റാസിൽ നിന്നും യൂസ്ഫുൾ ഇൻസൈറ്റ്സ് ഡിറൈവ് ചെയ്യും. ഇതാണ് ഡേറ്റ സയൻസിന്റെ ഒരു ചെറിയ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡേറ്റ സയൻസ് ഈസ് എ മിക്സ്ചർ ഓഫ് മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, പ്രോഗ്രാമിംഗ്, ഡേറ്റ ആൻഡ് മെഷീൻ ലേണിംഗ്. ഡേറ്റ സയൻസിന്റെ ഉള്ളിൽ തന്നെ മെഷീൻ ലേണിംഗ് ജോബ്സ്, ഡേറ്റ അനലിസ്റ്റ് ജോബ്സ്, ബിഗ് ഡേറ്റ അനാലിസ്റ്റ് ജോബ്സ് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ദാറ്റ്സ് ഡേറ്റ സയൻസ് എക്സ്പ്ലെയിൻ ഫോർ യു. ഫോർ മോർ സച്ച് ഇൻട്രസ്റ്റിംഗ് വീഡിയോസ്, സ്റ്റേ ട്യൂൺ, സ്റ്റേ സബ്സ്ക്രൈബ്.